തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ തിരുവട്ടാർ, വിളവൻകോട് താലൂക്കുകളുടെ അതിർത്തി വേർതിരിക്കുന്ന കോതയാറ്റിലെ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിനുള്ളിലായി ഒരു ഗുഹാക്ഷേത്രം. അധികമാർക്കും അറിയാത്ത ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടയിൽ ആർക്കും കഴിഞ്ഞിട്ടില്ല. തൃപ്പരപ്പിലെ അറിയാക്കഥകളാണ് ഇന്നത്തെ ദേശചരിത്രം എന്ന പങ്ക്തിയിൽ അന്വേഷിക്കുന്നത്. നമസ്കാരം, ഞാൻ കിളിയൂർ അജിത്ത്. കിളിയൂർ ടാക്കീസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരള തമിഴ്നാട് അതിർത്തിയായ നെയ്യാറ്റിൻകര, വെള്ളറട, കടുക്കറ നിന്നും കേവലം 8 കിലോമീറ്റർ മാത്രം അകലെയായുള്ള തമിഴ്നാട്ടിലെ കോതയാറ്റിലെ പ്രസിദ്ധമായ വെള്ളച്ചാട്ടമാണ് തൃപ്പരപ്പ് വെള്ളച്ചാട്ടം. ഇതിനടുത്തായി പ്രാചീനവും പ്രശസ്തവും തമിഴ്നാട്ടിലെ 12 ശിവാലയങ്ങളിൽ ഉൾപ്പെട്ടതുമായ തൃപ്പരപ്പ് മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ദിക്കിൽ പാറക്കെട്ടുകൾക്ക് ഇടയിലൂടെ പരന്നൊഴുകുന്ന കോതയാർ ക്ഷേത്രത്തിന് തെക്ക് 40-50 അടി താഴ്ചയിലേക്ക് പതിക്കുന്നതാണ് തൃപ്പരപ്പ് വെള്ളച്ചാട്ടം. കോതയാറിന്റെ കുളിര് തേടി നിത്യവും നൂറുകണക്കിന് ആളുകൾ ഇവിടെ എത്താറുണ്ട്. വെള്ളച്ചാട്ടത്തിന് അഭിമുഖമായി ഒരു കൽമണ്ഡപമുണ്ട്. മണ്ഡപത്തിന് എതിർവശത്താണ് തുറന്നു കിടക്കുന്ന ഗുഹാകവാടം. പുഴയിൽ ശക്തമായ നീരൊഴുക്കുള്ളപ്പോൾ ഗുഹാമുഖം കാണാൻ കഴിയില്ല. ഗുഹാ കവാടത്തിന് മുന്നിലായി പാറക്കൂട്ടങ്ങൾക്കിടയിൽ ചെറിയൊരു കയമുണ്ട്. ഭദ്രകാളിക്കുണ്ട് എന്നറിയപ്പെടുന്ന ഈ കയം താണ്ടി വേണം ഗുഹയിലേക്ക് പ്രവേശിക്കാൻ. 7 അടി ഉയരവും 3 അടി വീതിയുമുള്ള ഗുഹാമാർഗത്തിലൂടെ മുന്നോട്ട് 50 അടിയോളം പോകുമ്പോൾ 5-6 അടി ഉയരമുള്ള ഒരു കയറ്റമുണ്ട്. ഇത് കയറി 100 അടി കൂടെ മുന്നോട്ട് പോയാൽ ടണൽ പോലെയുള്ള സഞ്ചാരപഥത്തിന് ഇടത്തും വലത്തുമായി 2 മുറികൾ കാണാം. ഇടതുവശത്തെ മുറിക്ക് 15 അടി നീളവും 7 അടി വീതിയും 6 അടി ഉയരവുമുണ്ട്. അതിനുള്ളിൽ ശിലാനിർമ്മിതമായ ഒരു ദേവീ പ്രതിഷ്ഠയുണ്ട്. പാർവതിയാണെന്നും ശ്രീഭദ്രകാളിയാണെന്നും പറയപ്പെടുന്നു. ഈ ഭദ്രകാളി പ്രതിഷ്ഠയായിരിക്കാം കോതയാറിന് ഭദ്രകാളിപ്പുഴയെന്നും, വെള്ളച്ചാട്ടത്തിന് ഭദ്രകാളി ഫാൾസ് എന്നും, കയത്തിന് ഭദ്രകാളി കുണ്ടെന്നും, ഗുഹയ്ക്ക് ഭദ്രകാളി കേവ് എന്നും പേര് നേടിക്കൊടുത്തത്. ദേവി കുടികൊള്ളുന്ന മുറിക്ക് എതിരെയുള്ള മുറി കുറച്ചുകൂടെ വലിപ്പമുള്ളതാണ്. ഏതാണ്ട് 21 അടി നീളവും 10 അടി വീതിയും 7 അടി ഉയരവുമുള്ളതാണ് ഈ മുറി. ഇതിനുള്ളിൽ പഴകിയ ഇരുമ്പ് ദണ്ടുകളാണ് കാണപ്പെട്ടത്. ഒരുപക്ഷെ പഴയകാല ആയുധങ്ങളായിരിക്കാം. 2 മുറികളും പിന്നിട്ട് വീണ്ടും മുന്നോട്ട് പോയാൽ ടണലിൻ്റെ വ്യാസം കുറഞ്ഞ് ഏതാണ്ട് 2 അടിയോളമാകും. വീണ്ടും മുന്നോട്ട് 300 അടിയോളം സഞ്ചരിച്ചാൽ വിശാലമായ ഒരു നിലവറയിലെത്താം. 80 അടി നീളവും 20 അടി വീതിയും 7.5 അടി ഉയരവുമുള്ളതാണ് ഈ ഹാൾ. വെള്ളച്ചാട്ടത്തിൽ നിന്നും ഏതാണ്ട് 450 അടി മാറി ക്ഷേത്രത്തിൻ്റെ തിരുനടയിൽ നിന്നും അല്പം തെക്ക് മാറി പുഴയുടെ അടിയിലായാണ് ഈ നിലവറയുള്ളത്. നിലവറയുടെ വടക്കേ ചുമരിൻ്റെ കുറേ ഭാഗം മനുഷ്യനിർമ്മിതമാണ്. ഈ നിലവറയുടെ മുകൾ തട്ടിൽ നിന്നും കേവലം 35 അടി കിഴക്ക് മാറിയാണ് മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ നിന്നും ഗുഹയ്ക്കുള്ളിലെ നിലവറയിലെത്താൻ ഭൂഗർഭപാത ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ, അതായത് കന്നിയിൽ സ്ഥിതി ചെയ്യുന്ന നമസ്കാര മണ്ഡപത്തിൽ നിന്നാണ് ഈ പാത ആരംഭിക്കുന്നത്. നമസ്കാര മണ്ഡപത്തിനുള്ളിൽ 16 അടി നീളവും 5 അടി വീതിയും 10 അടി ഉയരവുമുള്ള ഒരു നിലവറയുണ്ട്. ഈ നിലവറയിൽ നിന്നാണ് പുഴയിലെ നിലവറയിലേക്കുള്ള ഭൂഗർഭപാത ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ പാത കരിങ്കല്ല് കെട്ടി അടച്ചിരിക്കുകയാണ്. 1925 നവംബർ 15 തൃപ്പരപ്പ് സ്വദേശിയായ എസ് ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് അവസാനമായി ഈ ഗുഹയിൽ പ്രവേശിച്ചത്. അതിനുശേഷം ചിലർ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. വലിയ കാലത്ത് ഇതിനകത്ത് കയറാൻ വേണ്ടി ശ്രമം നടത്തുകയും അതിൻ്റെ ഒരു പരിധിക്ക് മുകളിൽ എനിക്ക് ഉള്ളിലോട്ട് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. കാരണം വെള്ളം വീഴുന്നുണ്ട്, ചറുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലോട്ടുള്ള സ്റ്റേജിലേക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടെ ഇങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ട്. ഭയപ്പെടുത്തുന്ന ജലമൊഴുക്കിൻ്റെ ശബ്ദവും ചോർച്ചയും ഇരുട്ടും വഴുക്കലുമൊക്കെയാണ് പലരെയും പിന്തിരിപ്പിച്ചത്. പിന്നെ രണ്ടാമതൊരു 7 അടി ഹൈറ്റിലൊരു സ്റ്റെപ്പിലോട്ട് അങ്ങോട്ട് കയറണം. പക്ഷെ അവിടെ സ്റ്റെപ്പില്ല, നമ്മൾ ഉള്ളിലോട്ട് കയറണം. അത് കയറാനുള്ള ബുദ്ധിമുട്ട് കണ്ട് അങ്ങോട്ട് ഉള്ളിലോട്ട് നോക്കിയിട്ടിങ്ങി വന്നതേ ഉള്ളൂ.
അതേസമയം 1928 കോതയാറ്റിലുണ്ടായ ശക്തമായ പ്രളയത്തിൽ ഗുഹാക്ഷേത്രത്തിന് മുകളിലായി 4 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുണ്ടായ വിള്ളലിലൂടെ ഗുഹയ്ക്കുള്ളിലേക്ക് ശക്തമായ ജലപ്രവാഹമുണ്ടായെന്നും ഇതിനെ തുടർന്ന് ഗുഹാമാർഗത്തിന്റെ മുകൾ തട്ടിന് ചരിവ് സംഭവിക്കുകയും കിഴക്കേ കവാടത്തിലൂടെയുള്ള സഞ്ചാരം 30 അടിക്ക് മേൽ തടസ്സപ്പെട്ടിരിക്കുകയാണെന്നും പറയപ്പെടുന്നു. 1925 ഗുഹാക്ഷേത്രം കണ്ടെത്തിയ സംഘത്തെ നയിച്ച എസ് ഗോപാലകൃഷ്ണപിള്ള തന്നെയാണ് ഇക്കാര്യം അന്ന് സ്ഥിരീകരിച്ചത്. ഏതു കാലത്താണ് ഗുഹാക്ഷേത്രം നിർമ്മിച്ചതെന്നോ ഏതു കാലത്താണ് അത് കെട്ടിയടച്ചതെന്നോ വ്യക്തമല്ല. മഹാദേവന് അഭിഷേകത്തിനുള്ള ജലം വെള്ളച്ചാട്ടത്തിൽ നിന്ന് കൊണ്ടുവരികയായിരുന്നു പതിവ്. അമ്പലത്തിലെ നമസ്കാര മണ്ഡപത്തിൽ നിന്നും ഗുഹാമാർഗം സഞ്ചരിച്ച് ചെന്നാണ് വെള്ളമെടുത്തിരുന്നത്. ഒരു ഉത്സവകാലത്ത് ജലം സംഭരിക്കാൻ പുറപ്പെട്ട പൂജാരിയും വിളക്കുകാരനും മേളക്കാരനും മടങ്ങി വന്നില്ലെന്നും അതോടെ ഗുഹാകപാടങ്ങൾ കെട്ടിയടച്ചു എന്നുമാണ് ഐതിഹ്യം. യുദ്ധകാലത്ത് ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുക പതിവായിരുന്നു. ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കാനായി ഒരുക്കിയതായിരിക്കാം ഈ ഗുഹാക്ഷേത്രമെന്ന് കരുതുന്നു. തൃപ്പരപ്പ് മഹാദേവ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ദക്ഷനെ വധിച്ച വീരഭദ്ര രൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കരുനന്തടക്കൻ എന്ന ആയി രാജാവിന് മുമ്പ് തന്നെ, അതായത് ക്രിസ്തുവർഷം 857 മുമ്പ് തന്നെ ഇവിടെ ക്ഷേത്രം നിലനിന്നിരുന്നു എന്ന് തെളിവ് തരുന്ന രേഖയാണ് തൃപ്പരപ്പ് പട്ടയം. ചരിത്രപരമായി ഈ രേഖ ഏറെ വിലപ്പെട്ടതാണ്. ഉദാരമതിയായ ചോരകൻ ചേന്തൻ എന്ന പ്രഭു ക്ഷേത്രത്തിന് ഭൂമി ദാനം നൽകുന്നതാണ് പട്ടയം. കരുനന്തടക്കനും വളരെ മുമ്പ് തന്നെ ഇവിടെ ബ്രാഹ്മണ ഗ്രാമം നിലനിന്നിരുന്നു എന്ന് തൃപ്പരപ്പ് പട്ടയം വ്യക്തമാക്കുന്നു. അക്കാലത്തെ ക്ഷേത്രയോഗത്തിൽ 8 വിദേശ ബ്രാഹ്മണരും 16 തദ്ദേശീയരും അംഗങ്ങളായിരുന്നു. കർണാടകയിലെ ഇടത്തറൈ, പല്ലവ രാജ്യത്തിലെ ഉയിരം, മധുരയിലെ കൂടൽ, കാഞ്ചീപുരത്തെ മുല്ലയൂർ, ചാലുക്യ തലസ്ഥാനത്തെ വാതാപി, ചേരനാട്ടിലെ തിരുവല്ല എന്നിവിടങ്ങളിൽ നിന്നെല്ലാം 9-ാം നൂറ്റാണ്ടിന്റെ പൂർവാർദ്ധത്തിൽ തന്നെ മലനാടിന്റെ തെക്കേ അറ്റം വരെ ബ്രാഹ്മണാധിനിവേശം നടന്നിരുന്നു എന്നും നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിലും പരദേശി ബ്രാഹ്മണരുടെ വരവ് നിലച്ചിരുന്നില്ല എന്നും തൃപ്പരപ്പ് ശാസനം സൂചന നൽകുന്നു. ഇതേ കാലഘട്ടത്തിൽ തന്നെ മുഞ്ചിറ മഹാദേവ ക്ഷേത്രത്തിലും തിരുവിടയ്ക്കോട് ക്ഷേത്രത്തിലും ഊരും പരിശയുമൊക്കെ നിലനിന്നിരുന്നതായി ശാസനങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ അധികകാലമൊന്നും ഈ ബ്രാഹ്മണ സമൂഹത്തിന് വേണാട്ടിൽ പിടിച്ചു നിൽക്കാനായില്ല. നെടുഞ്ചടയൻ എന്ന പാണ്ഡ്യരാജാവിന്റെ കാലം മുതൽ പാണ്ഡ്യനാട്ടിലും വേണാട്ടിലും നിലനിന്നിരുന്ന വൈഷ്ണവ മേധാവിത്വത്തെ തുടർന്ന് ശൈവ ബ്രാഹ്മണർ സ്വാധീന മേഖലകളിലേക്ക് പലായനം ചെയ്തു. ഇതിൽ തിരുവല്ല പോറ്റിമാരിൽപ്പെട്ട ചില കുടുംബങ്ങൾ മാത്രം അവശേഷിച്ചു. ഇളമൺ, മേച്ചേരി, വിലക്കിലിമംഗലം ഇല്ലങ്ങളിൽപ്പെട്ടവരാണ് തിരുവല്ല പത്തില്ലത്ത് പോറ്റിമാർ. ഇളമണ്ണിന്റെ ശാഖയാണ് ഒറ്റശേഖരമംഗലം, തെങ്ങമൺ മഠവും താമരക്കുളവും. താമരക്കുളം പിന്നീട് തെങ്ങമണ്ണിൽ ലയിച്ചു. തെങ്ങമൺ മഠത്തിന് തൃപ്പരപ്പിൽ കടയാലുംമൂട്ടിൽ ഇപ്പോഴും മഠവും വസ്തുവകകളുമുണ്ട്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് അഭയമേകിയ മഠം കൂടെയാണിത്. അതിൻ്റെ പേരിൽ മഹാരാജാവും കുറേയേറെ ഭൂമി മഠത്തിന് നൽകുകയുണ്ടായി. ഈ മഠത്തിലെ പിൻതലമുറക്കാർ ഇപ്പോഴും ഇവിടെയുണ്ട്. തൃപ്പരപ്പിലെ മറ്റൊരു മഠമായ തെങ്ങുംപഴിഞ്ഞിയിലും അടുത്ത കാലം വരെ ആൾത്താമസമുണ്ടായിരുന്നു. ആയി രാജാവ് കരുനന്തടക്കന്റെ ഭരണകാലത്ത് തയ്യാറാക്കിയ 2 ചെമ്പോലകൾ തൃപ്പരപ്പിൽ നിന്നും കണ്ടെത്തുകയുണ്ടായി. ഇതിനു പുറമെ കൊല്ലവർഷം 407 664 2 ശിലാലിഖിതങ്ങൾ ക്ഷേത്ര പരിസരത്തുണ്ട്. 1059 ഒരു ശിലാലിഖിതം കോട്ടയിലും കാണാം. വിശാഖം തിരുനാൾ മഹാരാജാവിന്റെ ഭരണകാലത്ത് നിർമ്മിച്ച 2 കൽമണ്ഡപങ്ങൾ കോതയാറ്റിലുണ്ട്. ഇതിലൊന്ന് വെള്ളച്ചാട്ടത്തിന് മുന്നിലും മറ്റൊന്ന് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പുഴയിലുമാണ്. ക്ഷേത്ര ദർശനത്തിനെത്തുന്ന രാജാവിന് താമസിക്കാനായി ക്ഷേത്രത്തിന് വടക്ക് മാറി ഒരു ചെറിയ കൊട്ടാരവും നിർമ്മിച്ചിരുന്നു. ഏതാണ്ട് 25 വർഷങ്ങൾക്ക് മുമ്പ് കൊട്ടാരം പൂർണ്ണമായും തകർന്നു. കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ ഇപ്പോഴും കാണാം. മറ്റൊരു ദേശചരിത്രവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.